Hi, welcome back to Bilingual Tutorial. This is Maya Anandan. Today we can discuss chapter 21 from Fine Tune, False Witness. Okay. നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്സിൽ ചില വ്യക്തികളുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് പാര വയ്ക്കുന്നവർ. അങ്ങനെ ഒരാളെ നമുക്കിവിടെ കാണാം. Okay. The situation is John, a student in writer's class. He fainted or pretended to faint. And in that situation, another person, Robin, who came to say something about some gossips about John to the teacher. And as we all know, നമ്മുടെയൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കണം, മറ്റുള്ളവരെ കുറിച്ച് ടീച്ചർമാരുടെ അടുത്ത് ഇരുന്ന് കുറ്റം പറഞ്ഞു കൊടുക്കുന്നവർ. സോ അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ റോബിൻ. റോബിൻ എന്താണ് ജോണിനെ കുറിച്ച് പറഞ്ഞത്? റോബിൻ അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ റോബിൻ ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. And what he says about John we can see. പക്ഷെ പറഞ്ഞപ്പോൾ എവിടേക്കോ തെറ്റ് വന്നിട്ടോ, അതെന്താണെന്ന് നമുക്ക് കാണാം. Okay, the first sentence Robin has told, it is, that was mere pretension, John was cheating you. ടീച്ചറോട് പറയുവാണ്, that was mere pretension, John was cheating you. Here pretension എന്നുള്ള വേർഡ് റോബിൻ വിചാരിച്ചത് pretend, പ്രിറ്റൻഡ് എന്ന വേർഡിൻ്റെ നൗൺ ആയിട്ടാണ്, പ്രിറ്റൻഡ് എന്ന വേർബിൻ്റെ നൗൺ ആയിട്ടാണ് പ്രിറ്റൻഷൻ ഇവിടെ റോബിൻ യൂസ് ചെയ്തത്. ജസ്റ്റ് ലൈക്ക് നമുക്കറിയാം അഡ്മിറ്റ് എന്നുള്ള വേർബിനെ നമുക്ക് അഡ്മിഷൻ എന്നാക്കുമ്പോൾ അതിൻ്റെ നൗൺ ആകും. ദെൻ പ്രിവെൻറ്റ് എന്നതിനെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൗൺ ആകും. സോ ഇങ്ങനെ ഒരു റൂള് പഠിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ റോബിന് പറ്റിയത് പ്രിറ്റൻഡ് എന്ന വേർഡിൻ്റെ നൗൺ ഫോം ആക്കാൻ പ്രിറ്റൻഷൻ എന്ന് ചേർത്തു. ഷൻ ചേർത്താൽ അത് നൗൺ ആണെന്നാണ് റോബിൻ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തു, നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലേ. സോ എന്താ സംഭവിച്ചത്? പ്രിറ്റൻഡ് ആൻഡ് പ്രിറ്റൻഷൻ ഇത് രണ്ടും വെവ്വേറെ രീതിയിലുള്ള വേർഡ്സാണ്. അതിൻ്റെ രണ്ടിന് എൻ്റെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. ജസ്റ്റ് ലൈക്ക് അറ്റൻഡിൻ്റെ മീനിങ് നമുക്കറിയാം. അറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പങ്കെടുക്കുക അല്ലേ. ടു ബി പ്രസൻറ്റ് എന്നുള്ളതാണ് അറ്റൻഡിൻ്റെ മീനിങ്. ഷൻ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയാൽ അതിൻ്റെ എൻ്റയർ മീനിങ്ങേ മാറിപ്പോവും ഇല്ലേ. അറ്റൻഡ് എന്ന് പറഞ്ഞാൽ ടു ബി പ്രസൻ്റ് ആയിരുന്നു, പക്ഷേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കുക, നോട്ടീസ് ചെയ്യുക എന്ന മീനിങ്ങിലേക്ക് പോയി. സോ ഇതുപോലെ ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ പ്രിറ്റൻഷൻ ആൻഡ് പ്രിറ്റൻഡിൽ വരുന്നത്. ഓക്കെ, പ്രിറ്റൻഡ് എന്ന വേർഡിൻ്റെ, പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, അപ്പോൾ ഇത് വെറും അഭിനയമാണെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറയേണ്ട വേർഡ് എന്തായിരുന്നു? പ്രിറ്റൻസ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പ്രിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലെയിമിങ് സംതിങ്. ക്ലെയിമിങ് എന്നുള്ള മീനിങ് ആണ് പ്രിറ്റൻഷന് വരുന്നത്. സോ റോബിൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. പ്രിറ്റൻഡ് എന്നുള്ള വേർബിൻ്റെ പ്രിറ്റൻസ് എന്നുള്ള നൗൺ ഫോമിലേക്ക് മാറ്റാതെ ആക്ട് ഓഫ് പ്രിറ്റൻഡിങ് എന്നത് പ്രിറ്റൻസ് ആണ്. പ്രിറ്റൻസ് ഇതിൻ്റെ റൈറ്റ് വേർഡ് ഏതാണ്? പ്രിറ്റൻസ് ആണ് ശരി. പ്രിറ്റൻസിന് പകരം പ്രിറ്റൻഷൻ പറഞ്ഞപ്പോൾ ക്ലെയിം എന്ന മീനിങ് ആണ് അവിടെ വന്നത്. ഓക്കെ, സോ ഇവിടെ റോബിൻ വരുത്തിയ മിസ്റ്റേക്ക് പ്രിറ്റൻഷൻ എന്ന വേർഡാണ്, പകരം എന്ത് ചേർക്കാമായിരുന്നു? പ്രിറ്റൻസ് എന്ന് ചേർക്കാമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ സെക്കൻഡ് സെൻറ്റൻസ് റോബിൻ ഹാസ് ടോൾഡ്. റോബിൻ പറഞ്ഞ രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. I may be disinterested in my studies as he is in his, but I won't do such things. എന്തായിരുന്നു? I may be disinterested in my studies as he is in his. ഞാനും ഡിസിൻട്രസ്റ്റഡ് ആണ് സ്റ്റഡീസിൽ അവനെ പോലെ, പക്ഷേ ഒരിക്കലും ഇങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ ഇവിടെ ഈ ഡിസിൻട്രസ്റ്റഡ് എന്ന വേർഡ് കൊണ്ട് റോബിൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കാം? വലിയ താല്പര്യമൊന്നുമില്ല എന്നതാണ് റോബിൻ ഉദ്ദേശിച്ചത്. ബട്ട് ആക്ച്വലി ഡിസിൻട്രസ്റ്റഡ് എന്ന വേർഡിൻ്റെ മീനിങ് അതല്ല. ഇറ്റ്സ് മീനിങ് ഇസ് ഹാവിങ് നോ പേഴ്സണൽ അഡ്വാൻറ്റേജ് ഓർ ഗെയിൻ. വ്യക്തിപരമായിട്ട് എനിക്ക് അഡ്വാൻറ്റേജ് ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് ഗെയിൻ ഒന്നും ഇല്ലാത്ത കാര്യമാണെങ്കിലും ഞാൻ ജോണിനെ പോലെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നതാണ് അവനിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഐ മേ ബി അൺഇൻട്രസ്റ്റഡ്, എനിക്ക് ശ്രദ്ധിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പഠിത്തത്തിൽ, പക്ഷേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ശ്രദ്ധിക്കാൻ വലിയ താല്പര്യമില്ല എന്നതായിരുന്നു അവിടെ പറയേണ്ടിയിരുന്നത്. സോ അൺഇൻട്രസ്റ്റഡ് എന്ന വേർഡാണ് അവിടെ ചേർക്കേണ്ടിയിരുന്നത്. പക്ഷേ റോബിൻ എന്താ പറഞ്ഞത്? ഡിസ്ഇൻട്രസ്റ്റഡ്, എനിക്ക് പേഴ്സണലി വലിയ ഗെയിൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു വെച്ചത്. സോ
ഇവിടെ ഡിസ്ഇൻട്രസ്റ്റഡ് എന്നുള്ളത് തെറ്റാണ്. ഇൻസ്റ്റഡ് അൺഇൻട്രസ്റ്റഡ് എന്ന് വേണമായിരുന്നു പറയേണ്ടിയിരുന്നത്. ലെറ്റ്സ് സീ ദ തേർഡ് സെൻറ്റൻസ് ടോൾഡ് ബൈ റോബിൻ. In the class, he is hated both by the boys and girls. Here, some mistake or one mistake Robin has made in the sentence. We can see what it is. See, both we can see. A word, both. See, there are some peculiarities for this word, both. After both, two noun forms are needed. Both എന്നുള്ള വേർഡ് നമ്മളൊരു സെൻറ്റൻസിൽ ചേർക്കുകയാണെങ്കിൽ അതിനുശേഷം രണ്ട് നൗൺ ഫോം ഉണ്ടായിരിക്കും. ആൻഡ് അനദർ റൂൾ ഇറ്റ് ഈസ് ഇഫ് എ പ്രൊപ്പോസിഷൻ ഓർ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ comes after both, it should be repeated in front of those two nouns. ബോത്തിന് ശേഷം ഒരു പ്രൊപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ, ദാറ്റ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ ആണെന്ന് നമുക്കറിയാം. സോ ഒരു പ്രൊപ്പോസിഷനോ ദ എന്നുള്ള വേർഡോ ബോത്തിന് ശേഷമുള്ള നൗണിന് മുമ്പ് വരുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. അത് അതിന് ശേഷം വരുന്ന അടുത്ത നൗണിലേക്കും റിപ്പീറ്റ് ചെയ്ത് എഴുതണം എന്നൊരു നിയമമുണ്ട്. സോ here how he can write the sentence, both by the boys and the girls. എങ്ങനെയാണോ? ബോത്ത് ബൈ എന്നുള്ളൊരു പ്രൊപ്പോസിഷനും കൂടെ ഉണ്ട്. സോ എങ്ങനെയായിരിക്കണം? ബോത്ത് ബൈ ദ ബോയ്സ് ആൻഡ് ബൈ ദ ഗേൾസ്. ബൈ എന്നുള്ള പ്രൊപ്പോസിഷൻ റിപ്പീറ്റ് ചെയ്യണം, ഡെഫിനിറ്റ് ആർട്ടിക്കിളും റിപ്പീറ്റ് ചെയ്യണം. സീ ദീസ് എക്സാമ്പിൾസ്. ഹി ഗോട്ട് മണി ഫ്രം ബോത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ്. ഹിയർ ഫ്രം എന്നുള്ള പ്രൊപ്പോസിഷൻ ബോത്തിന് മുമ്പാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റഡ് ഹിയർ, ബട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സി ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഹി ഗോട്ട് മണി ബോത്ത് ഫ്രം ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഫ്രം ദ ടീച്ചർ. ഇവിടെ ബോത്തിന് ശേഷം പ്രൊപ്പോസിഷൻ വന്നിരിക്കുന്നു ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിളും വന്നിരിക്കുന്നു. അത് രണ്ട് നൗണിൻ്റെ മുമ്പിലും ഉണ്ട്. സി, ബോത്ത് കഴിഞ്ഞു വന്ന പ്രൊപ്പോസിഷൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ആർട്ടിക്കിൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ വി ക്യാൻ റീറൈറ്റ് ദ സെൻറ്റൻസ്? ബോത്ത് ബൈ ദ ബോയ്സ് ആൻഡ് ബൈ ദ ഗേൾസ്. ഓക്കെ, ബൈ ദ പ്രൊപ്പോസിഷനും ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ സീ ദ ഫോർത്ത് സെൻറ്റൻസ് ടോൾഡ് ബൈ റോബിൻ. Do you notice that though he fell down, he escaped without scarcely a scratch? Here, what's the mistake Robin has made? It is he repeated two negative words. See, without and scarcely. He escaped without scarcely a scratch, he has written. So, either he can use escaped without a scratch or he escaped scarcely a scratch. Okay. Then see the fifth sentence told by Robin. He might deny that he had not fainted on purpose, but you should not believe him. Here we know the meaning of the word deny. Deny is something if you are disagreeing or if you are saying that you have not done something, it is denying. നമ്മൾ ചെയ്തില്ല എന്ന് പറയുന്നതാണ് deny. So after that we couldn't use a negative വേർഡ്. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടൊരു നെഗറ്റീവ് വേർഡ് ചേർത്താൽ ദ സെൻറ്റൻസ് ബിക്കം പോസിറ്റീവ്. നമ്മളിതിനു മുമ്പ് പറഞ്ഞു നിർത്തിയ അതേ റൂള് തന്നെ. സോ ബെറ്റർ ഹി ക്യാൻ റൈറ്റ് ഹി മൈറ്റ് ഡിനൈ ദാറ്റ് ഹി ഹാഡ് ഫെയിൻറ്റഡ് ഓൺ പർപ്പസ്. സിക്സ്ത് സെൻറ്റൻസ് ടോൾഡ് ബൈ റോബിൻ. ഇഫ് യു ക്വസ്റ്റ്യൻ ഹിം വിത്ത് എ കെയിൻ ദാറ്റ് മൈറ്റ് മേക്ക് ഹിം ടു ടെൽ ദ ട്രൂത്ത്. യാ, Robin is telling his teacher that if he or she is beating John, he may say the truth. And how we can make this sentence correct and what is the mistake in this sentence? See, along with makeന് ശേഷം സാധാരണ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള വേർബ് ചേർക്കാറുണ്ട്. പക്ഷേ ഹിയർ ഇറ്റ് ഈസ് ഇഫ് ക്ലോസ്. അത് പാസീവ് വോയിസ് ആണെങ്കിൽ നമുക്ക് മേക്കിന് ശേഷം, മേക്ക് എന്നുള്ള വേർബിന് ശേഷം വരുന്നത് ടു ഇൻഫിനിറ്റീവ് ചേർക്കാം. പക്ഷേ ഇതൊരു ഇഫ് ക്ലോസ് ആയതുകൊണ്ട് മേക്കിന് ശേഷം ടുവിൻ്റെ ആവശ്യം ഇല്ല. സോ ദ സെൻറ്റൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഇഫ് യു ക്വസ്റ്റ്യൻ ഹിം വിത്ത് എ കെയിൻ ദാറ്റ് മൈറ്റ് മേക്ക് ഹിം ടെൽ ദ ട്രൂത്ത്. ഓക്കെ, ദാറ്റ് ഈസ് ദ കറക്റ്റ് സെൻറ്റൻസ്. സോ ഇപ്പോൾ വരെ നമ്മൾ റോബിൻ്റെ ഡയലോഗായിരുന്നു കേട്ടിരുന്നത്. റോബിൻ്റെ സം കുക്ക്ഡ് സ്റ്റോറീസ് ആയിരുന്നു കേട്ടിരുന്നത്. സോ വെൻ ജോൺ കെയിം ബാക്ക്, Sir asked John about these all things. And what was John's response? We can see.
Do not believe Robin, sir. He is both crooked, cunning and jealous. We have already studied that bothന് ശേഷം there can be two things. നമുക്ക് അതിന് ശേഷം രണ്ട് കാര്യങ്ങളെ മെൻഷൻ ചെയ്യാം. പക്ഷേ ഇവിടെ മൂന്ന് കാര്യങ്ങൾ, അതും ഇതും എന്നതിന് പകരം മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ how we can rewrite this sentence? We can avoid this both. ബോത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പകരം എങ്ങനെ പറയാം? അപ്പോൾ ഡു നോട്ട് ബിലീവ് റോബിൻ സർ, ഹി ഈസ് ക്രൂക്കഡ്, കണ്ണിങ് ആൻഡ് jealous. That's right. Okay, then the 8th sentence. He talked as well as copied in the last examinations. Here, as well as is used. Along with as well as, if it is two verbs mentioned, രണ്ട് verb ആണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ as well as is followed by a finite verb ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വരുന്ന വെർബിനെ നമുക്ക് ജെറൻഡ് ഫോമിൽ എഴുതാം. സോ എങ്ങനെ എഴുതാമായിരുന്നു? ഹി ടോക്ഡ് ആസ് വെൽ ആസ് കോപ്പിയിങ് ഇൻ ദ ലാസ്റ്റ് എക്സാമിനേഷൻ. ജെറൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ING ഫോമാണ്. സോ കോപ്പീഡ് എന്നതിന് പകരം കോപ്പിയിങ് എന്നതിൻ്റെ ING ഫോം പറയാമായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് ടോൾഡ് ബൈ ജോൺ. വെൻ ഹി വാസ് ഇൻ മിഡിൽ സ്കൂൾ he was nearly expelled for misbehavior. Here, in middle school is the mistake he made because it is American in usage. And we Indians are using British English. നമ്മൾ സാധാരണ എഴുതുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഇവിടെ ഇൻ മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് അമേരിക്കൻ യൂസേജ് ആണ്. പകരം നമുക്ക് അറ്റ് മിഡിൽ സ്കൂളാണ് വേണ്ടത്. ഓക്കെ, ദിസ് ഇസ് അമേരിക്കൻ ആൻഡ് ദിസ് ഇസ് ബ്രിട്ടീഷ്. At middle school, and some other American and British usages are given in our textbook. Graduate course, നമ്മളിവിടെ സാധാരണ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയുന്നതിന് പകരം അമേരിക്കയിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാജുവേറ്റ് കോഴ്സ്. ദെൻ പബ്ലിക് സ്കൂൾ, ഇവിടെ നമ്മൾ പബ്ലിക് സ്കൂൾ എന്ന് തന്നെയാണ് പറയുന്നത്. പെയ്ഡ് എഡ്യൂക്കേഷൻ കിട്ടുന്ന CBSE സ്കൂളിൻ്റെ ഒക്കെ പേര് ശരിക്കും പബ്ലിക് സ്കൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ബ്രിട്ടീഷിൽ ഓർ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അത് പറയുന്നത് private school now. Okay, that's another mistake John has made. Okay, the last one. He is shabby and you can notice it in his behavior. This is another dialogue taught by John. John enda parne, he is shabby and you can notice it in his behavior. Here, notice ennulla verbinu mumbu can ennulla auxiliary namukku ചേർക്കാൻ പറ്റില്ല. So better to change this can. So we can say the sentence, he is shabby and you notice it in his behavior. Or we can say, he is shabby and you can see it in his behavior. Okay, so either we can change this can or we can change this notice. Okay, then now we can discuss textual questions. Now it is the turn of textual questions. First and second question, you have to do it with the help of a dictionary. You have to search for the meaning of the words. And the remaining questions I had done for you. He paints and writes poetry. Use as well as ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. He paints as well as writing poetry. Then next question, he said that he had not stolen anything. Use denied. ഡിനൈഡ് എന്നുള്ളത് സേഡിന് പകരം യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഡിനൈഡ് ദാറ്റ് ഹി ഹാഡ് സ്റ്റോളൻ എനിത്തിങ്. ഇവിടെ നോട്ട് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ സെൻറ്റൻസ് ബിക്കം പോസിറ്റീവ്. അതുകൊണ്ടാണ് നോട്ട് മാറ്റിയിട്ടുള്ളത്. ദ ലാസ്റ്റ് വൺ, ഹി കുഡ് നോട്ട് സ്റ്റാൻഡ് ഓൺ ഹിസ് ലെഗ്സ്. ആൻഡ് ഹിയർ വി ഹാവ് ടു ആഡ് ഹാഡ്ലി. ഹാഡ്ലി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വി നോ ഹാഡ്ലി ഈസ് എ നെഗറ്റീവ് വേർഡ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിലുള്ള നെഗറ്റീവ് ടേം നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. സോ ദ ആൻസർ ഇസ് he could hardly stand on his legs. And here ends today's class. Hope you understood false witness. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you for watching.